CPIM-ന്റെ മുൻ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ ഈ BJP പാർട്ടിയിലോട്ട് വന്നപ്പം ഇടുക്കിയിലെ അതായത് നോർത്ത് BJP-യിൽ വലിയ ഭിന്നത എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം നടക്കുകയാണ്. അതായത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്കാണല്ലോ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവുന്നത്. അങ്ങനെ ഈ അതൃപ്തി കാരണം ഈ BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോമസ് രാജിവെക്കുകയും ചെയ്തു. അപ്പം ഈ ബാബു തോമസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബാബു തോമസ് പറയുന്നതെന്ന് പറഞ്ഞാൽ താൻ പോരുമ്പോൾ തൻ്റെ കൂടെ ഒരു 1000 പേരെങ്കിലും ഇങ്ങോട്ടേക്ക് പോരും എന്ന്, അല്ലെ താൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടേക്ക് എത്തുമെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താവും അവിടുത്തെ ഒരു അവസ്ഥ? നമ്മളിപ്പോ എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പാർട്ടിയിലെ LDF-ന്റെ നേതാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായി പാർട്ടി കണ്ടെത്തിയ ഒരു കുറ്റം. കാര്യം ദേവികുളത്ത് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ D രാജയെ പോലെ ഒരു നേതാവിനെ ദേവികുളത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും പക്ഷേ ആ നേതാവിനെ വോട്ട് കുറയുന്നതിനും അതോടൊപ്പം തന്നെ പരാജയത്തിലേക്ക് പോകുന്നതിനുമൊക്കെ ഈ രാജേന്ദ്രന്റെ പ്രവർത്തനം വിനയായിട്ടുണ്ട്, കാരണമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ ഉയർത്തി, മണിയാശാനുണ്ടല്ലോ, ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും അന്ന് മുതൽ തന്നെ പാർട്ടി ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. അതിനകത്ത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമില്ലെങ്കിൽ ഒരിക്കലും പാർട്ടി അങ്ങൊരു നടപടി എടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇയാളെ പുറത്താക്കി കുറേ കാലമായി പുറത്ത് നിൽക്കുകയാണ്. ഈ പുറത്ത് നിൽക്കുന്ന കാലം അത്രയും ഇങ്ങനെ പലപ്പോഴും ഉയർന്നു കേട്ടൊരു കാര്യമാണ് ഈ രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ്? അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ പാർട്ടിയെ വലുതാക്കിയാനല്ല രാജേന്ദ്രനെ പുറത്താക്കിയത്. പാർട്ടി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചു. ഇപ്പം ഒരു സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിലപ്പെട്ട അസറ്റ് തന്നെയാണ് ഓരോ സഖാക്കന്മാരും. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് പാർട്ടിക്കുള്ളതിനേക്കാൾ വിലമതിക്കുന്ന ആണ് എപ്പോഴും ഒരു പ്രവർത്തകനെ. ആ പ്രവർത്തകരുടെ കൂടി അവരുടെ ഇച്ഛയും ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ച് മാത്രമാണ് എപ്പോഴും ഒരു പാർട്ടിയിലെ സംവിധാനങ്ങൾ. ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഒരു ശ്രേണി ഉള്ളത്. ശ്രേണി എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പം സാധാരണ സഖാക്കന്മാർക്ക് പോലും സാധാരണ പ്രവർത്തകർക്ക് പോലും അഭിപ്രായം പ്രകടിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനും ഒക്കെയുള്ളൊരു വേദിയും അവകാശവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അത്രയും വിലപ്പെട്ട ഒരു സാഹചര്യത്തിൽ സഖാക്കന്മാർ പലപ്പോഴും വിലപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കാം ഈ രാജേന്ദ്രനെ പോലുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെയൊരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തുന്ന തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്? ഇപ്പം അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തീർച്ചയായും ഒരു കുലംകുത്തി പണി അല്ലെങ്കിൽ ഈ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ രാജേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയാളെ പിടിച്ച് പുറത്താക്കിയത്. അല്ലാതെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പാർട്ടിയെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെയും പിന്നിൽ നിന്ന് കുത്തിയ ഒരു നേതാവായ എസ് രാജേന്ദ്രനെ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണമായിരുന്നു പാർട്ടി വീണ്ടും അക്കോമഡേറ്റ് ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരാളെ പിന്നീട് പാർട്ടിക്ക് വിശ്വസിച്ചൊപ്പം നിർത്താൻ പറ്റുമോ? പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ ഒരാളെ ഒരു കാരണവശാലും അങ്ങനെ നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു കുത്തിയിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജേന്ദ്രൻ ഒരിക്കലും പാർട്ടി വിട്ട് പോകില്ല. പാർട്ടിയിൽ അടിയുറച്ച് നിന്നേനെ, തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നേനെ. അത് മാത്രമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, അതായത് എക്കാലത്തും CPM ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാർ ആശയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് BJP-യിൽ അംഗത്വം എടുക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന ബാബു തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാനൊരു കൃഷിക്കാരനാണ്, എനിക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്ത ഒരാളാണ്, സാധാരണക്കാരനാണ്, എനിക്ക് പാർട്ടി തന്നെയാണ് വലുത്. ആ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലെ കുറേ കാശ് ഞാൻ അതിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. പാർട്ടിയിലെ ഓരോ പരിപാടിക്കും ഞാൻ എൻ്റെ കയ്യിലെ കാശ് മുടക്കി ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട് അവിടെ. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം വെല്ലുവിളിയോടുകൂടി പറയുന്നൊരു കാര്യം, എനിക്കൊപ്പം 1000 പേര് വരും എന്നാണ്. എനിക്കൊപ്പം 1000 പേർ BJP വിടാൻ തയ്യാറായി നിൽക്കുന്നു. ഇതൊരു തരം തണ്ട് കലർന്ന പ്രവർത്തനങ്ങളാണ്. അതായത് ഒരു മാഫിയാണ് ശരിക്കും BJP മുന്നോട്ട് നയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ബാബു തോമസ് എന്ന് പറയുന്ന ആ പ്രവർത്തകൻ പറയുന്നത്. വാസ്തവമല്ലേ? ഇതൊരു ലോബിയിങ് ആണ് നടക്കുന്നത്. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അല്ലെങ്കിൽ കുറച്ച് പേരെ അവർ സ്ഥാനാർത്ഥികളാക്കി മാറ്റുക, കുറച്ച് പേരെ അവർ നിലനിർത്തിക്കൊണ്ടു പോവുക, ഈ രീതിയിലുള്ള ഒരു സമീപനമല്ലേ അവർ പുലർത്തിക്കൊണ്ടു പോകുന്നത്? അതെങ്ങനെയാണ് BJP-യിലുള്ള സാധാരണ താഴെ തട്ടി പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക?
അവര് ഇപ്പൊ ഒരു ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അത് വളരുന്നതിന്റെ പിന്നിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഒരു സംഘം നേതാക്കന്മാരുടെയും ഒരു സംഘം പ്രവർത്തകരുടെയും ശക്തമായ ഇടപെടലുണ്ട്. ഒരു BJP സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇപ്പൊ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ പോട്ടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടല്ലല്ലോ അവിടെ വോട്ട് ചെയ്യുന്നത്, ആണോ? അല്ല. അപ്പൊ അങ്ങനെ പിന്നെ രാജീവ് ചന്ദ്രശേഖരെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാണോ? അല്ല. അപ്പം അങ്ങനെയുള്ള വീടുകളിലേക്ക് നിരന്തരം കയറി ഇറങ്ങി ഈ ചൂട് സഹിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ശക്തമായ ചൂട് നിലനിൽക്കുന്ന സമയത്താണ്. മാർച്ച് മാസത്തിലെ ചൂട് നമുക്കറിയാമല്ലോ. ഈ ചൂടും സഹിച്ച് വെള്ളം പോലും കുടിക്കാതെ രാപ്പകല് കിടന്നിട്ട് ഓരോ വീടുകളിലും ഇവരടിച്ചിറക്കുന്ന ലഘുലേഖകളും മറ്റേ അതുമായിട്ട് കയറി ഇറങ്ങണം ഒരു സ്ഥാനാർത്ഥി, ഒരു പിന്നെ ഈ പ്രവർത്തകര്. അങ്ങനെ ഒരു തവണയായിരിക്കും സ്ഥാനാർത്ഥി വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള സ്ഥാനാർത്ഥിയൊക്കെ ഡെയിലി വീട്ടിൽ കയറി ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലുള്ള സാധാരണ പ്രവർത്തകർ ഇതുമായി നാഴികയ്ക്ക് 40 വട്ടം ഓരോ വീടുകളും കയറി ഇറങ്ങേണ്ടി വരും. അവസാന ഘട്ടത്തിൽ പോലും ഈ പ്രവർത്തകർ മാത്രമേ കാണുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ഒരു ജീപ്പ് എടുത്ത് അതിൻ്റെ മേളിൽ നിന്ന് സുഖിച്ച് കയ്യും പൊക്കി കാണിച്ചു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് സാധാരണക്കാരെ. എന്തുകൊണ്ടാണ് അവരെ മാനിക്കാത്തത്? അത്തരക്കാരുടെ വിശ്വാസങ്ങളെ മാനിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കീറാമുട്ടി CPM നിന്ന് ഇറങ്ങി പോയി എന്ന് കരുതിയിട്ട് CPM ഒരു ചുക്കം സംഭവിക്കാനില്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് സഹാക്കന്മാർ ആര് വിട്ടു പോയിരുന്നാലും ശരി, മറ്റൊരു പാർട്ടി ചേക്കരി ഇപ്പൊ ഐഷ പൂറ്റി പോയി, എന്ത് ചുക്കാണ് പിന്നെ കൊട്ടാരക്കരയിൽ സംഭവിച്ചത്? ഒരു കുന്തോ സംഭവിച്ചിട്ടില്ല പാർട്ടിക്ക്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് എന്നാണ് ഇപ്പോഴും ഞാൻ വിളിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് അവിടെ പയ്യന്നൂരിൽ ഒരു ഒറ്റുകാരനായി മാറി. എന്ത് സംഭവിച്ചു പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. MBR പോയിട്ടും ഈ ഗൗരിയമ്മയെ പോലെ ഒരു MBRനെയും ഗൗരിയമ്മയെ പോലുള്ള നല്ല തൻ്റെ ഇടമുള്ള നട്ടല്ലുറപ്പുള്ള നേതാക്കന്മാർ പോയിട്ട് CPM വരണ്ടിട്ടില്ല. പിന്നെയാണ് രാജേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് പോകുമ്പോൾ CPM വരളൂ ഇല്ല. അതുപോലും പിന്നെ അതുകൊണ്ട് പാർട്ടിക്ക് വലിയ നഷ്ടം സംഭവിക്കാനില്ല. രാജേന്ദ്രനെ അനുകൂലിച്ചുകൊണ്ട് ഒരു 10 പേരെ പോലും രാജേന്ദ്രന് കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നേ. അതിനുള്ള തൻ്റെ ഇടവോ അതിനുള്ള ഒരു പ്രവർത്തന പാരമ്പര്യമോ ഒന്നും രാജേന്ദ്രന് അവകാശപ്പെടാനില്ല. ഒരുപക്ഷെ മണിയാശാൻ പോയാൽ കുറച്ച് പേര് പോകുമായിരിക്കും പാർട്ടി വിട്ടിട്ട്, പക്ഷെ മണിയാശാനോട്ട് പോകത്തുമില്ല. അതാണ് മണിയാശാന്റെ ഒരു ഗുണം. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് BJP ഇവരെല്ലാം അസ്യൂം ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ച് BJP ഒന്ന് ആലോചിച്ച് നോക്കും. BJP കാര് ഇങ്ങനെ പാർട്ടി വിട്ട് വരുന്നവരെ സ്വീകരിക്കാനിരിക്കും. അവര് കോരി എടുത്തോളും. അതുപോലെ കോൺഗ്രസ് ഇപ്പൊ അങ്ങനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഏത് ചവറും കോരി എടുക്കാൻ പറ്റുന്ന ഒരു നഗരസഭയുടെ വണ്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ കോൺഗ്രസ്. നമ്മളത് മനസ്സിലാക്കണം. കോൺഗ്രസ് ഇപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തി. എത്രയോ പേരെയാണ് ഇപ്പൊ വലിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രേംകുമാർ, നമ്മുടെ ചേർത്തല ജയൻ നടൻ, പിന്നെ PK ശശി. ഈ ശശിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാ. ഈ ശശിയുടെ തീവ്രത ഇളക്കുന്ന മെഷീൻ എന്ന് പറയുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു സതീദേവിയാന്ന് തോന്നുന്നു ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന സമയം, വനിതാ കമ്മീഷന്റെ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ തീവ്രത അളന്നു പറഞ്ഞിട്ട് ഈ തീവ്രതയും പറഞ്ഞുകൊണ്ട് എത്ര കാലം പൊക്കി പിടിച്ചുകൊണ്ടിരുന്നവരാണ് UDF-കാര്, കോൺഗ്രസ്സുകാർ. എന്നിട്ട് നാണമുണ്ടോ UDF-കാർക്ക് ഈ തീവ്രത ഇല്ലാത്ത ഒരാളെ പിടിച്ച് പാർട്ടിക്കകത്തിട്ട് കൊണ്ട് ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുക്കാൻ? നാണമുണ്ടോ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ പുണ്യാളനാ അയാള്. PK ശശി എന്ന് പറയുന്ന ആൾ ഇപ്പൊ പുണ്യാളനാ. അയാളൊരു തെറ്റും ചെയ്തിട്ടില്ലേ. ഇനി അവർക്ക് ധൈര്യമുണ്ടോ പറയാൻ? സ്ത്രീ പീഡന കേസിൽ പ്രതിയായ ഒരാള് ഇപ്പോഴും പിന്നെ അവരുടെ MLA മത്സരിക്കാൻ പോവാ. അത് ശരിയാണ്. അത് ആ പോയിന്റിലേക്ക് വരികയായിരുന്നു. അത് അവരുടെ ക്രെഡിറ്റാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പീഡകന്മാരുടെ ഒരു ഗ്യാങ് ആയി മാറിക്കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമല്ലേ, ഇപ്പം പിന്നെ നിലമ്പൂര് രാധയുടെ മരണം ഈ അവിടെ തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ആര്യാട മുഹമ്മദിന്റെ പിന്നെ പാർട്ടി ഓഫീസിൽ നടന്ന കാര്യം, രേണു അനിൽ എന്ന് പറയുന്ന ഒരു യുവതിയുടെ മരണം വരെ നമ്മുടെ മുന്നിൽ റീസെന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സ്ത്രീ പീഡകൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് പോലെയാണ് ഇവരെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടം അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി ഇതിനു മുമ്പ് തന്നെ മറ്റേ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വിട്ടിരുന്നല്ലോ. ആ ലിസ്റ്റിനകത്തുള്ളവരെല്ലാം ഉണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു പ്രാമാണിത്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. അത് പോട്ടെ. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, കേരള BJP എന്ന് പറയുന്ന ഒന്നിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒട്ടേറെ പേർക്ക് അവസരങ്ങൾ കൃത്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ നേതാക്കന്മാർ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സുരേന്ദ്രൻ അടക്കമുള്ള സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. മുരളീധരൻ എവിടെ? നമ്മൾ കാണാറുണ്ടോ മുരളീധരനെ? അദ്ദേഹത്തിന് ദേശീയ ഇതൊന്നും അല്ല. അദ്ദേഹം ദേശീയ പിന്നെ എന്താ പറയുക മന്ത്രിയോ അല്ലെ കേന്ദ്രമന്ത്രിയോ ഒന്നും അല്ല. അദ്ദേഹം വെറും പ്രവർത്തകൻ മാത്രമാണ്. പുള്ളിയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടോ? മുരളീധരൻ നമ്മൾ കാണുക കൂടിയില്ല. അങ്ങനെ എത്ര നേതാക്കന്മാരാണ്. ഇപ്പൊ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ തൃശ്ശൂർ മത്സരിക്കാൻ പോവാ BJPക്ക് എതിരായിട്ട്.
തിരൂർ സതി ആരുടെ കെട്ടിയിറക്കലായിരുന്നു? അത് ശോഭാ സുരേന്ദ്രന്റെ കെട്ടിയിറക്കലായിരുന്നു. അയാളിപ്പോൾ അത് വിട്ടിട്ട് തൃശ്ശൂരിൽ ഇവിടുത്തെ പിന്നെ ഈ പറയുന്ന എന്താ ഫണ്ട് തട്ടിപ്പ് മാഫിയയ്ക്ക് അവിടെ മത്സരിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ പലരും പല ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന് പിടിമുറുക്കിയപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരേ ഒരാൾ അഡ്വക്കേറ്റ് സുരേഷാണ്. സുരേഷ് മാത്രമാണ് ഇപ്പോഴും ഇയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികാരം കിട്ടിയിട്ടുള്ള ഇപ്പം വി രാജേഷിനെ പോലുള്ളവർ, എനിക്കൊന്ന് ശ്രീലേഖയൊക്കെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് യാതൊരു അടുപ്പമില്ലാതെ നടക്കുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അവർക്ക് BJP-യിലുള്ള ഒരാളുമായിട്ട് യാതൊരു അടുപ്പമില്ല. ഇപ്പോഴും മാനസികമായി അവരിൽ നിന്നൊക്കെ അകന്ന് കഴിയുകയാണ്. കാര്യം അവർ തന്നെ വേദനിപ്പിച്ചവരാണ് BJP-യിലുള്ളവർ എന്ന് കരുതുന്നതാണ്. ഒരു അധ്യക്ഷൻ തന്നെ പെട്ടെന്ന് കയറിയിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ അങ്ങ് മത്സരിക്കാൻ പോവുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വീതിച്ചെടുത്തോ എന്ന് പറയുന്ന ഒരു അധ്യക്ഷനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഉണ്ടോ? ഇപ്പൊ MV ഗോവിന്ദൻ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നു, ഞാൻ അവിടെ മത്സരിക്കുന്നു, ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ മത്സരിച്ചോട്ടെ എന്നാണ് MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നത്. ഇതിനകത്തൊരു രസം എന്താണെന്നറിയാം, MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ആ നിമിഷം MV ഗോവിന്ദൻ ഒരു സ്ഥാനത്തിന് രാജിവെച്ചിരുന്നു, മന്ത്രിസ്ഥാനം. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് സെക്രട്ടറി ആവുന്നു, ഇതിലേതാ നല്ലത്? അപ്പോൾ പാർട്ടിയിൽ ഒരു ചുമതല ഏറ്റു കഴിഞ്ഞാൽ മറ്റൊരു ചുമതല രാജിവെച്ചിരിക്കും. അതാണ് പാർട്ടിയുടെ ഒരു ചിട്ടവട്ടം. അതാണ്. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണമെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി ആകാമായിരുന്നു. എന്തുകൊണ്ടായില്ല? പാർട്ടിയുടെ ചിട്ടവട്ടം അതല്ല. ഇനി പിണറായി വിജയൻ അല്ല, ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും ഇവിടെ പാർട്ടിക്ക് ഇങ്ങനെയാണ് ചിട്ടവട്ടം. ഇവിടെ മുഖ്യമന്ത്രി ആകണം. പാർലമെന്ററി കാര്യവും പിന്നെ ഔദ്യോഗിക വിഭാഗം എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗങ്ങൾ CPM-നകത്തുണ്ട്. ഔദ്യോഗിക വിഭാഗത്തിനകത്ത് സെക്രട്ടറി, പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം ചേർന്ന് വരെ സെക്രട്ടറിമാരും. ഇവർക്ക് ആർക്കും അവിടെ കയറിയിട്ട് നാളെ വന്നിട്ട് മന്ത്രിയാവാൻ പറ്റില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ അവർ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. അവർ ഔദ്യോഗികമായി ഏതെങ്കിലും ചുമതല പാർട്ടിയിൽ വഹിക്കുന്നുണ്ട്, അവർ രാജിവെച്ചിട്ട് കയറാൻ പറ്റും. ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉള്ള സമയത്താണ് ഇവിടെ വന്നു നിന്നുകൊണ്ട് ഈ പറയുന്ന പിന്നെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ഇനിയും ഇതിന് തടയിടാൻ രാജീവ് ചന്ദ്രശേഖർ അല്ല, ഇനിയും ജില്ലാ കമ്മിറ്റിയിൽ ഇതിന് കുട പിടിക്കുന്ന ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് ഈ ബാബു തോമസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് മാറ്റമില്ല. കാര്യം നിരവധി ആൾക്കാർ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ അതാണെന്നേ, വരുന്നവർക്ക് സീറ്റുണ്ട്, വന്നു കയറുന്നവർക്കും നൂലെ കെട്ടി ഇറക്കുന്നവർക്കും വലിഞ്ഞു കയറി വരുന്നവർക്കും കോരിയിടുന്ന ചവറുകൾക്ക് വരെ സീറ്റ് കൊടുക്കുന്ന പാർട്ടിയാണ് ഇവർ. അത് BJP അത് ഇപ്പോൾ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിയല്ലേ. എത്ര പേർക്കാണ് ഇപ്പോൾ സീറ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. സുരേഷിനടക്കം, പിന്നെ VS-ന്റെ ഏറ്റവും ഒറ്റ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് നടന്ന. അപ്പൊ ഇവർക്കല്ല ഇപ്പൊ സീറ്റ് കൊടുക്കാം, കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നു. അതേസമയം CPM-ലേക്ക് വന്നു കയറി എത്ര പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്? എന്താ അങ്ങനെ സീറ്റ് കൊടുക്കാത്തത്? ഇതിൽ നമ്മൾ ഇവിടെ നമുക്ക് പ്രവർത്തകർക്ക് പ്രാധാന്യം. ഇപ്പൊ വന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അനിൽകുമാർ വന്നിരുന്നു, പാർട്ടി വിട്ടിട്ട് വന്ന, പക്ഷെ ഒരിടത്ത് സീറ്റ് കൊടുത്തില്ല. അനിൽകുമാറിനെ ചെയർമാൻ ആക്കുക ചെയ്തു. ഒരു എന്താ ഒപ്പേക്കിന്റെയോ ഒഡേപ്പേക്ക് അങ്ങനെ എന്തോ ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനം എടുത്തു കൊടുക്കുന്നു. ഇതല്ലാതെ വേറെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? അതിനൊരു ചിട്ടവട്ടമുണ്ട്. ആ ചിട്ടവട്ടം അനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ പാർട്ടി. അല്ലാതെ ഈ വന്നു കയറുന്നവർക്കും അപ്പോൾ ബാക്കിയുള്ള പ്രവർത്തകർ എന്താ പൊട്ടന്മാരാ? മറ്റേ ഇല്ലേ ബാല ചോദിക്കുന്ന പോലെ അപ്പൊ ഞാൻ എന്താ പൊട്ടനാ എന്ന് ചോദിക്കണോ? അല്ല, അങ്ങനെ ആ ഒരു അവസ്ഥയാണ് വേണ്ടത്. അപ്പൊ ഇത് BJP-യുടെ ശാപമാണ്. കാര്യം കേരളത്തിൽ എങ്ങനെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ സിനിമാടന്മാർക്ക് സീറ്റ് കൊടുക്കും. ഇപ്പം ഉണ്ണി മുകുന്ദൻ മാളികപ്പുറത്തിൽ അഭിനയിച്ചാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ണി മുകുന്ദന്റെ. അപ്പോൾ ഉണ്ണിമൂന്നിന് സീറ്റ് കൊടുക്കുന്നു. ഇവിടെ നാൾക്ക് നാല് പിന്നെ സർക്കാരിനെയും കുറ്റം പറഞ്ഞ് എനിക്കിവിടെ വ്യവസായം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനെ പിടിച്ച് 2020 എന്നും പറഞ്ഞിട്ട് വന്നപ്പോൾ പിടിച്ച് ഘടകകക്ഷിയാക്കി. കള്ള് കച്ചവടം നടത്തി ഈ നാട് മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് എന്താ പറയുന്നത് BDJS-നെ പിടിച്ച് സ്വന്തം ഘടകകക്ഷിയാക്കി. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരു നാട്ടിലങ്ങ് ഒരു പ്രയോജനമില്ലാത്ത കുറേയധികം ആൾക്കാരെ കൊണ്ടുവരിക, സ്ഥാനാർത്ഥി സ്ഥാനം കൊടുക്കുക. ഇതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ BJP-യുടെ എന്തോ താനാണ് BJP-യുടെ ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ഇതുവരെ പരിഗണിച്ചായിട്ട് നമ്മൾ വാർത്ത കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവർ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവരെയൊന്നും വേണ്ട പാർട്ടിക്ക്. അവർ തന്നെയല്ലേ വിരുദ്ധ ചേരിയാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുകൂടി ഈ പറയുന്ന BJP ഈ കേരളത്തിൽ വേരുറപ്പിച്ചില്ല. അതിനു മുമ്പ് ഇതിനകത്ത് നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. കേരളത്തിൽ അവർ പിടിമുറുക്കിയില്ല. ഒരു 4-5 സീറ്റെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടാണ് ഇമാര് തോന്നിയാസം കാണിക്കുന്നതെങ്കിൽ, ഇമാര് അടി പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെങ്കിൽ അത് നമുക്കൊരു മര്യാദ ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ ശരി അവർ ഇത്രയൊക്കെ സീറ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് തമ്മിൽ നടക്കും എന്ന് പറയാമായിരുന്നു. ഇതങ്ങനെയല്ല. ഒരു സീറ്റ് പോലും നിയമസഭയെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ തല്ല് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാർട്ടി ഏത് അവസ്ഥയിലായിരിക്കും പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി കേരളത്തിന്റെ ഭരണം ഇവർക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ കേരള സ്റ്റോറിയാണ് ഇപ്പൊ അവരുടെ അടുത്ത ആയുധം എന്ന് പറയുന്നത്.
ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത വൈഡ് സ്പ്രെഡിങ് ഇവിടെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സമീപനമായിരിക്കും നാളെ ഒരു കേരളം ഒരു 18ാം നൂറ്റാണ്ടിലേക്കൊക്കെ കൂപ്പുകുത്തി വീഴുമോ എന്ന് നമ്മൾ ഭയക്കേണ്ട സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്.